ഈ റമളാൻ അവസാനിക്കാൻ 1-2 ദിവസങ്ങൾ മാത്രം ബാക്കിയായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഓരോ സത്യവിശ്വാസിയും ചിന്തിക്കേണ്ട, ബോധ്യപ്പെടേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. 2 അവസ്ഥകളിൽ നടുവിലാണ് ഒരു മുഅ്മിൻ എപ്പോഴും ഉണ്ടാകേണ്ടത്. ഏത് സന്ദർഭത്തിലും ഒരു മുഅ്മിനിന്റെ അവസ്ഥ 2 കാര്യങ്ങൾക്ക് നടുവിലായിരിക്കണം. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് അടുക്കുന്ന ആളുകളെ പറ്റി പറയുന്നിടത്ത് പറഞ്ഞു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗ്ബൻ വറഹബാ. അവർ നന്മകൾ കൊണ്ട് നമ്മിലേക്ക് മുൻകടക്കുന്നവരാണ്, ധൃതിപ്പെടുന്നവരാണ്. അവരെപ്പോഴും നമ്മോട് ദുആ ചെയ്യാറുള്ളത്, നമ്മെ ഇബാദത്ത് ചെയ്യുന്നത് പ്രതീക്ഷയോടും ഭയത്തോടും കൂടിയാണ് എന്നുള്ളത്. സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലും അവൻ പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും നടുവിലായിരിക്കണം. റമളാനിന്റെ ഈ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നാം ചെയ്ത കർമ്മങ്ങളുടെ വിഷയത്തിലും നാം അതേ കാര്യത്തിലായിരിക്കണം. ഒന്നാമത്തേത് ഭയമാണ്. എന്തിനാണ് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ഭയപ്പെടേണ്ടത്? സൂറത്തുൽ മുഅ്മിനൂനിലെ വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില, അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നവരാണ്, അവരുടെ ഹൃദയത്തിൽ ഭയപ്പാടുണ്ടാകുമെന്നുള്ള ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഹുമുൽ ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ. ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് മദ്യപിക്കുന്ന, കളവ് നടത്തുന്ന, വ്യഭിചരിക്കുന്ന, തെമ്മാടിത്തരങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ കുറിച്ചാണോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ അല്ല, വഹുമുൽ ലദീന യസൂമൂൻ വയുസല്ലൂൻ വയതസദ്ദഖൂൻ. അവർ നിസ്കരിക്കുന്നവരാണ്, അവർ നോമ്പ് നോൽക്കുന്നവരാണ്, അവർ സ്വതക്ക നൽകുന്നവരാണ്. വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, പക്ഷെ അവർ ഭയപ്പെടുന്നു അവരുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള ഭയമുള്ളവരാണ് അവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേ സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ രാത്രി നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ ഖുർആൻ പാരായണം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള ഭയം നമ്മുടെ ഖൽബിൽ ഉണ്ടാകേണ്ട